ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. സാംസങ്ങിന്റെ സൂപ്പർ സ്ലിം ഫോണായ ഗാലക്സി S25 എഡ്ജ് വിപണിയിലേക്ക്. 5.8 മില്ലിമീറ്റർ വണ്ണവും 170 ഗ്രാം ഭാരവുമാണ് ഈ ഫോണിന്റെ പ്രത്യേകത. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ സാംസങ് ഗാലക്സി S25 എഡ്ജ് ചൊവ്വാഴ്ച ഇന്ത്യയിൽ പുറത്തിറങ്ങും. ദക്ഷിണ കൊറിയൻ കമ്പനിയായ സാംസങ്ങിൽ നിന്നുള്ള ഈ സൂപ്പർ സ്ലിം ഫ്ളാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ആപ്പിളിന്റെ വരാനിരിക്കുന്ന iPhone 17 എയർ പോലുള്ള ഫോണുകളുടെ എതിരാളികളായിരിക്കും. ഗാലക്സി S25 എഡ്ജിന് വെറും 5.8 മില്ലിമീറ്റർ വണ്ണമാണ് ഉള്ളതെന്നും സ്ലിം ക്യാമറ ബമ്പ് ഉണ്ടായിരിക്കുമെന്നും കമ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാരം 170 ഗ്രാം ആണ്. അതിനാൽ തന്നെ വിപണിയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ സ്മാർട്ട് ഫോണുകളിൽ ഒന്നായി ഗാലക്സി S25 എഡ്ജ് മാറും. 25 വോൾട്ട് വയർഡ് ചാർജിങ്ങും 15 വോൾട്ട് വയർലെസ് ചാർജിങ്ങും പിന്തുണയ്ക്കുന്ന 3900 mAh ബാറ്ററിയാണ് ഉണ്ടായിരിക്കുക. 200 MP മെയിൻ സെൻസർ ഉൾപ്പെടുന്ന ഡ്യുവൽ റിയർ ക്യാമറ സംവിധാനം ഉണ്ടായിരിക്കും. സാംസങ് ഗാലക്സി S25 എഡ്ജിന്റെ വില ഗാലക്സി S25നും ഗാലക്സി S25 അൾട്രയ്ക്കും ഇടയിലായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യസുരക്ഷ ISROയുടെ കൈകളിൽ ഭദ്രമെന്ന് ചെയർമാൻ V. നാരായണൻ. ഇന്ത്യയുടെ സുരക്ഷയ്ക്കായി 10 ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും V. നാരായണൻ. ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും തന്ത്രപരമായ ആവശ്യങ്ങൾക്കുമായി കുറഞ്ഞത് 10 ഉപഗ്രഹങ്ങളെങ്കിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ISRO ചെയർമാൻ V. നാരായണൻ പറഞ്ഞു. ഇംഫാലിൽ നടന്ന സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ 5ാമത് ബിരുദദാന ചടങ്ങിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ചന്ദ്രയാൻ 1 ദൗത്യത്തിൽ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ജലതന്മാത്രകളുടെ തെളിവുകൾ കണ്ടെത്തിയ ആദ്യ രാജ്യമായി ഇന്ത്യ മാറിയെന്നും ISRO ചെയർമാൻ പറഞ്ഞു. 2040ഓടെ ഇന്ത്യക്ക് ആദ്യത്തെ ബഹിരാകാശ നിലയം ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ ബഹിരാകാശ സാങ്കേതിക വിദ്യ ഇപ്പോൾ ടെലിമെഡിസിൻ, വിദ്യാഭ്യാസം, കാലാവസ്ഥാ പ്രവചനം, TV സംപ്രേഷണം എന്നിവയുൾപ്പെടെ നിരവധി മേഖലകളിൽ സഹായിക്കുന്നു. കൂടാതെ ദേശീയ സുരക്ഷയ്ക്കും ദൈനംദിന സിവിലിയൻ ആവശ്യങ്ങൾക്കും ഇത് ഉപയോഗപ്രദമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി വാട്സ്ആപ്പ് ബോട്ട് വഴിയും LIC പ്രീമിയം അടയ്ക്കാം. കസ്റ്റമർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവർക്കാണ് ഈ സൗകര്യം. ഉപഭോക്താക്കൾക്ക് ഓൺലൈനായി പ്രീമിയം അടയ്ക്കാനും രസീതുകൾ ലഭ്യമാക്കാനും ഇതുവഴി സാധിക്കും. LIC കസ്റ്റമർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവർക്ക് പ്രീമിയം അടയ്ക്കേണ്ട പോളിസികളുടെ വിശദാംശങ്ങൾ 8976862090 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ പരിശോധിക്കാം. തുടർന്ന് വാട്സ്ആപ്പ് ബോട്ടിൽ UPI, നെറ്റ് ബാങ്കിംഗ് അല്ലെങ്കിൽ കാർഡുകൾ വഴി പ്രീമിയം തുക അടയ്ക്കാമെന്ന് LIC വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. എവിടെ നിന്നും എപ്പോൾ വേണമെങ്കിലും പ്രീമിയം അടയ്ക്കാനുള്ള എളുപ്പ വഴിയാണിതെന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് LIC CEOയും MDയുമായ സിദ്ധാർത്ഥ മൊഹന്തി പറഞ്ഞു. LICയുടെ കസ്റ്റമർ പോർട്ടലിൽ 2.2 കോടിയിലധികം രജിസ്റ്റർ ചെയ്ത പോളിസി ഉടമകളുണ്ട്. വിവിധ ഓൺലൈൻ സേവനങ്ങൾ ലഭിക്കുന്നതിനായി പ്രതിദിനം ശരാശരി 3 ലക്ഷത്തിലധികം ഉപഭോക്താക്കൾ ലോഗിൻ ചെയ്യുന്നുണ്ടെന്നും LIC അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചൈനീസ് യാത്രാ ആപ്പുകൾ ഉപയോഗിക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി ഈസ് മൈ ട്രിപ്പ്. ആപ്പ് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ഇന്ത്യൻ ട്രാവലർ. ഇന്ത്യൻ ഓൺലൈൻ ട്രാവൽ കമ്പനിയാണ് ഈസ് മൈ ട്രിപ്പ്. ഇത്തരം യാത്രാ പ്ലാറ്റ്ഫോമുകൾ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തി യാത്രക്കാരുടെ പാസ്പോർട്ട് ഡേറ്റ ചോർത്താൻ സാധ്യതയുണ്ടെന്ന് ഈസ് മൈ ട്രിപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമായ നിഷാദ് പിറ്റി എക്സിൽ മുന്നറിയിപ്പ് നൽകി. ചൈനീസ് ഉടമസ്ഥതയിലുള്ള ചില ജനപ്രിയ ട്രാവൽ ആപ്പുകൾ ഇന്ത്യൻ പാസ്പോർട്ട് ഡാറ്റ ആക്സസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് ബിസിനസിനെ ബാധിക്കുക മാത്രമല്ല ഒരു ദേശീയ സുരക്ഷാ പ്രശ്നമാണെന്ന് നിഷാദ് പിറ്റി എക്സിൽ കുറിച്ചു. ഇന്ത്യൻ യാത്രക്കാരുടെ ഡാറ്റ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ച് ഈസ് മൈ ട്രിപ്പ് നേരത്തെയും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. LTI മൈൻട്രീ ഒരു കാർഷിക ബിസിനസ് ഭീമൻ കമ്പനിയുമായി കരാറിലേർപ്പെട്ടു. $450 മില്യൺ വിലമതിക്കുന്നതാണ് കരാർ. ആഗോള ടെക്നോളജി കൺസൾട്ടിംഗ് ഡിജിറ്റൽ സൊല്യൂഷൻസ് കമ്പനിയായ LTI മൈൻട്രീ ആഗോള കാർഷിക ബിസിനസ് കമ്പനിയുമായി $450 മില്യൺ വിലമതിക്കുന്ന വലിയ കരാറിൽ ഏർപ്പെട്ടതായി റിപ്പോർട്ട്. 7 വർഷത്തെ കരാറിൽ ആപ്ലിക്കേഷൻ മാനേജ്മെന്റ്, ഇൻഫ്രാസ്ട്രക്ചർ പിന്തുണ, സൈബർ സുരക്ഷാ സേവനങ്ങൾ എന്നിവ നൽകുന്ന ഒരു AI പവേർഡ് ഓപ്പറേറ്റിംഗ് മോഡൽ LTI മൈൻട്രീ നടപ്പിലാക്കും. തുടർന്ന് സമഗ്രമായ ഒരു IT സേവന പാക്കേജ് നിർമ്മിക്കും. AI അധിഷ്ഠിത ബിസിനസ് മോഡലിലേക്ക് മാറുമ്പോൾ ഈ വലിയ കരാർ നേടിയെടുക്കുന്നത് ഒരു നിർണായക നാഴികക്കല്ലാണെന്നും ഇത് കമ്പനിയുടെ ഉപയോക്താക്കൾക്ക് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നും LTI മൈൻട്രീയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വേണു ലംബു പറഞ്ഞു. കമ്പനിയുടെ ഉപഭോക്തൃ സേവന ബിസിനസ് യൂണിറ്റിന് ഈ കരാർ ഒരു സുപ്രധാന വഴിത്തിരിവാണ്. അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന കാർഷിക ബിസിനസ് മേഖലയിൽ ബിസിനസ് സ്വാധീനം സൃഷ്ടിക്കുക എന്നതാണ് LTI മൈൻട്രീയുടെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.